പെരുമ്പലാവിൽ ഓടിക്കൊണ്ടിരിക്കെ സ്വകാര്യ ബസിന്റെ മുൻവശത്തെ ചില്ല് ബൈക്ക് യാത്രികർ ഹെൽമറ്റ് കൊണ്ടെറിഞ്ഞു തകർത്തു. തൃശൂർ കോഴിക്കോട് റൂട്ടിൽ സർവീസ് നടത്തുന്ന വായ് എന്ന ലിമിറ്റഡ് സ്റ്റോപ്പ് ബസിന്റെ ചില്ലാണ് കോഴിക്കോട് നിന്ന് കുന്നംകുളത്തേക്ക് വരുന്നതിനിടെ അക്രമ സംഘം പെരുമ്പലാവ് അൻസാർ ആശുപത്രിക്ക് സമീപത്ത് വെച്ച് ഹെൽമറ്റ് കൊണ്ട് എറിഞ്ഞു തകർത്തത്. ഇന്ന് വൈകിട്ട് 4:30ഓടെയായിരുന്നു സംഭവം. ബസിന്റെ എതിർദിശയിൽ ബൈക്കിൽ വരികയായിരുന്ന രണ്ടുപേരാണ് ഹെൽമറ്റ് കൊണ്ട് ബസിന്റെ ചില്ല് എറിഞ്ഞു തകർത്തതെന്നും യാതൊരു പ്രകോപനവും ഇല്ലാതെയാണ് ആക്രമണം നടത്തിയതെന്നും ബസ് ജീവനക്കാർ പറഞ്ഞു. സംഭവത്തിൽ ആർക്കും പരിക്കില്ല. സംഭവം കണ്ടു ഭയന്ന ബസ് യാത്രിക പവിട്ടപ്പുറം അസബഹ് കോളേജ് വിദ്യാർത്ഥിനി 17 വയസ്സുള്ള റസ്ലയെ പെരുമ്പലാവ് അൻസാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സമീപത്തെ ബാറിൽ നിന്ന് മദ്യപിച്ചെത്തിയവരാണ് ആക്രമണം നടത്തിയതെന്ന് നാട്ടുകാർ പറഞ്ഞു. ഇവർ ബാറിലും ആക്രമണം നടത്തിയതായി പറയുന്നു. കുന്നംകുളം പോലീസിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് മേഖലയിലെ CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ച് ബസ്സിനു നേരെ ആക്രമണം നടത്തിയവർക്കായി അന്വേഷണം ആരംഭിച്ചു. ഹോസ്പിറ്റലിലെ മുന്നിലെത്തുമ്പോൾ ഓപ്പോസിറ്റ് താമരക്കാരൻ്റെ റോഡിൽ നിന്ന് ബൈക്ക് കയറി വന്ന് ഒരു ഹെൽമെറ്റ് എടുത്ത് രണ്ടുപേരുണ്ടായിരുന്നു. പുറകിലിരിക്കുന്ന ഒരാൾ ഹെൽമെറ്റ് എടുത്ത് റെസ്റ്റ് കയറുന്നില്ല. ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോവാണ്. ഒന്നും കാട്ടാനില്ല, നിർത്താതെ റെസ്റ്റ് പോകും. വാഹനത്തിലുള്ളവർക്ക് പരിക്കുണ്ടോ? പരിക്കുണ്ട്. വണ്ടിയിൽ രണ്ട് പിള്ളേർക്ക് പരിക്കുണ്ട്. അവരുടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി. അവരെ വയറ്റെടുക്കാം നമുക്ക്. വരുമ്പോ രണ്ട് ബൈക്കിൽ വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി മനസ്സിലുണ്ടോ മാക്സിലുണ്ടോ എന്ന തലക്കെട്ടിൽ എല്ലാ ഷോറൂമുകളും പുതുമയുടെ പര്യായങ്ങളായി പട്ടാമ്പിയിലും കൂറ്റനാടും കേച്ചേരിയിലും കൊപ്പത്തും. പട്ടാമ്പിക്കാരുടെ മനസ്സറിഞ്ഞുകൊണ്ട് പ്രൗഢിയോടുകൂടി 2 ഷോറൂമുകൾ. മനസ്സിലുണ്ടോ മാക്സിലുണ്ട്. മാക്സ് വെഡിംഗ് സെന്റർ, പട്ടാമ്പി, കൂറ്റനാട്, കൊപ്പം ആൻഡ് കേച്ചേരി.